ഹലോ ഹൈ, വെൽക്കം ടു അവർ യൂട്യൂബ് ഫാമിലി ട്രാവലിംഗ് സോൾമേറ്റ്. ഞാൻ വിഷ്ണു. ഞാൻ മിനി. ഇന്ന് നമ്മൾ റിവ്യൂ സെക്ഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്ന മൂവി എന്ന് പറയുന്ന ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്ന 29 ഡിസംബർ 2023 റിലീസായത്, അതായത് ഇന്ന് റിലീസായ സിനിമയാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എൻ പത്മകുമാർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഇതൊരു ഡ്രാമ ജോണറിൽ വരുന്ന മൂവി കൂടിയാണ്. ഏകദേശം 2 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം, അല്ലേ? ഇത് മാത്രമല്ല വിഷ്ണു, വേറൊരു അട്രാക്ഷൻ കൂടി ഇതിനുണ്ട്. നമ്മുടെ മീര ജാസ്മിൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് തിരിച്ചു വരുന്നില്ല, മലയാള സിനിമയിലേക്ക് വീണ്ടും വരുന്ന സിനിമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ചിലർ, അതായത് പൊതുസമൂഹത്തിൽ ചില ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, അത് പലതുമാകാം. ആ പ്രതിസന്ധികൾ മൂലം നമ്മുടെ ക്യാരക്ടർ പെട്ടെന്നങ്ങ് ചേഞ്ച് ആവും. ചിലപ്പോൾ നമ്മളൊരു മുഖാവരണം എടുത്തണിയും. ഞാൻ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ എന്താണ്, ഈ പ്രതിസന്ധി ഒരു ഫേക്കായിരുന്നു എന്നറിയുമ്പോൾ ഈ മുഖാവരണം അല്ലെങ്കിൽ നമ്മുടെ ആ ക്യാരക്ടർ വീണ്ടും മാറിയിട്ട് നമ്മൾ ആ പഴയ ആളായിട്ട് മാറും, അല്ലേ? അപ്പം അതാണ് ഈ സിനിമയുടെ കണ്ടന്റ്. അതായത് നമ്മളിൽ ഉണ്ടാകുന്ന വ്യക്തിയെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ സാധിക്കുകയില്ല. നമ്മളതിലേക്ക് തന്നെ തിരിച്ചു വരും, അല്ലേ? അപ്പം ഈ ഒരു കണ്ടൻറ്റ് അത്രമാത്രം പുതുമയെ അർഹിക്കുന്ന ഒരു കണ്ടൻറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിരക്കഥാകൃത്തും സംവിധായകനും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില എലമെൻറ്റ്സ്, അല്ലേ, ആ എലമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ഈ സിനിമയുടെ അവതരണവും 2 മണിക്കൂർ തിയേറ്ററിൽ നമ്മളെ മടുപ്പ് വരുത്താതെ പിടിച്ചിരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ. തിരക്കഥ എഴുതിയിരിക്കുന്നത് അർജുൻ സത്യൻ. മീര ജാസ്മിൻ അവതരിപ്പിച്ച എലിസബത്ത് ഏഞ്ചൽ എന്ന കഥാപാത്രത്തിൻ്റെ ലൈഫിൽ വന്ന ചില പ്രശ്നങ്ങൾ, അതാണ് ഈ തിരക്കഥയിലുടനീളം ഉള്ളത്. എലിസബത്ത് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ലൈഫിൽ വളരെ സ്ട്രിക്റ്റും പങ്ക്ച്വലും ആയിട്ടുള്ള ഒരു മുരട് സ്ത്രീയാണ്. അപ്പോൾ അവർക്കാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഓഫീസും ഉണ്ട്. അപ്പോൾ അവരുടെ മുരട് സ്ത്രീ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം അതിന് സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ഡയലോഗാണ്. അതെ, അത് ഞാനൊന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ സംവിധായകനെ അല്ലെങ്കിൽ സിനിമ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് എലിസബത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്ന്, അല്ലേ? സിനിമ ഓണാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ ക്യാരക്ടർ എന്താണെന്ന്. അപ്പം ഇവരുടെ ഓഫീസ് ഒരു ആർക്കിടെക്ട് ഓഫീസാണ്, അല്ലേ? ആർക്കിടെക്റ്റിൻ്റെ, അതായത് ബിൽഡിംഗ് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നൊരു ഓഫീസാണ്. അപ്പം ആ ഓഫീസിലേക്ക് അവരുടെ ഒരു സ്റ്റാഫ് 10 മിനിറ്റ് വൈകി വരുന്നു. അപ്പം ഇവർ പെട്ടെന്ന് തന്നെ പറയുന്നു, നിങ്ങൾക്ക് താമസിച്ച് വരാനാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വേറെ സ്ഥാപനം നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയുന്നത്, മേഡം ഒരു 10 മിനിറ്റ് അല്ലേ മേഡം? അപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് ഒരു വർഷം എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കും. പെട്ടെന്ന് നമ്മുടെ ചോദിക്കുമ്പം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവർക്കറിയാം. ഇവർ കാൽക്കുലേഷൻ, അവർ അത്രമാത്രം വർക്കിനകത്ത് കോൺസെൻട്രേറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ പറയും 280 ഡേയ്സ്, 280 ദിവസങ്ങളുണ്ട്. ഈ 280 ദിവസവും 10 മിനിറ്റ് നിങ്ങൾ ലേറ്റായി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ വേസ്റ്റ് ആവും നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പാടാണ്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് 5 വർക്കിംഗ് ഡേയ്സാണ് അത് നഷ്ടപ്പെടുന്നത്. ആ 5 വർക്കിംഗ് ഡേയ്സിലെ സാലറി ഞാൻ ഇപ്പോൾ അങ്ങ് കട്ട് ചെയ്ത് എന്ന് ചോദിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിനകത്ത് അത്രമാത്രം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആണ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ്. ഈ രീതിയിലാണ് നമ്മുടെ എലിസബത്ത് എന്നുള്ളത് 10 മിനിറ്റ് കൊണ്ട് തന്നെ സംവിധായകൻ നമുക്ക് പറഞ്ഞു തന്നു. മറ്റുള്ളവരുടെ ഇമോഷൻസ് ഒന്നും കൺസിഡർ ചെയ്യാതെ ജീവിക്കുന്ന എലിസബത്തിൻ്റെ ജീവിതത്തിലേക്ക്, അവരുടെ ലൈഫിലേക്ക് ഒരു ഇൻസിഡൻറ്റ് വരുന്നു. ആ ഇൻസിഡൻറ്റിന് ശേഷം എലിസബത്ത് ഇതുവരെ കൈവച്ചിട്ടില്ലാത്ത മേഖലകളിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അങ്ങനെ തന്നെ പറയണം, അല്ലേ? കുറച്ച് ഇമോഷൻസൊക്കെ ഉണ്ട്, എലിസബത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ്. പക്ഷേ മറ്റവരോടും ഷെയർ ചെയ്യാതെ അടക്കി പിടിച്ച് കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്കിടയിൽ പോലും വിഷമമുണ്ടാവും, നമുക്ക് ടച്ച് ചെയ്യും. ആ ഇടയിൽ പോലും വളരെ മെച്ചൂർഡായിട്ടുള്ള നരേൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന വളരെ മെച്ചൂർഡായിട്ടുള്ള ഒരു പ്രണയം കൂടി പറഞ്ഞു പോയിട്ടുണ്ട് അതിനകത്ത്. അതിനോടൊപ്പം തന്നെ ഈ സിനിമയെ കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് സംവിധായകനും എഴുത്തുകാരനും ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് എലമെൻസുകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ ചില വീടുകളിലുണ്ടാകും പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഒരു അവഗണനയും ഭയങ്കര സ്ട്രിക്ട്നെസ്സും, അതായത് പുറത്തോട്ട് പോകാൻ പാടില്ല, നിനക്കെന്തെങ്കിലും സംഭവിക്കും, അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ മീര ജാസ്മിൻ നേരിടേണ്ടി വന്നു എന്നുള്ളതിന് തെളിവാണ്
അവരുടെ അച്ഛൻ ഒരു ഇമോഷണലായിട്ട് പറയുന്ന ഒരു ഡയലോഗ്. യെസ്, ആ ഒരു ഇമോഷണൽ ഡയലോഗ് കൊണ്ട് തന്നെ അവളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, അവൾ എന്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നൊസ്റ്റാൾജിയ കൊണ്ട് പഴയ പ്രണയങ്ങളൊക്കെ തേടി പോകാറുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ കോപ്രായങ്ങൾ കാണിച്ചു വിട്ടത്. അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് നമ്മുടെ രമേഷ് പിഷാരടി എന്ന് പറയുന്ന ഒരു ഹാസ്യം നിറഞ്ഞൊരു കഥാപാത്രം അല്ലേ. ആ ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ ഹാസ്യമുള്ളൊരു കഥാപാത്രം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ആ സീനകത്ത് നമ്മുടെ ആര്യ, ബെഡായി ബംഗ്ലാവിലെ ആര്യയും വന്നിട്ടുണ്ട് അല്ലേ. അവരും ആ ഒരു സീൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇപ്പം ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളല്ല, വേറെ രീതിയിലുള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊരു കാരണം തന്നെയാണ്. അപ്പം ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എന്താണ് ഒരു ചില പിഴവുകൾ, അപ്പം ഈ പിഴവുകൾ കൊണ്ട് ചിലരുടെ ലൈഫ് എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുക അല്ലേ, അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുക. അപ്പം അങ്ങനെ ഒരു കണ്ടൻറ്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ കണ്ടൻറ്റുകളെല്ലാം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഈ സിനിമ കുറേ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഓണാവുന്ന ഒരു സീൻ നീ കണ്ടില്ലേ. ആ സീനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ അത് ഭയങ്കര സ്പോയിലറായി പോകും. അതുകൊണ്ട് അത് നിങ്ങൾ പോയി കാണാം. സിനിമ പേരെഴുതി കാണിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സീൻ തൊട്ട് ഏകദേശം 3/4 ഭാഗത്തോളം കൺഫ്യൂഷൻസ് ഇല്ലാതെ സിനിമ കൊണ്ടുപോയി അല്ലേ. പെട്ടെന്ന് ഈ സിനിമയിൽ ഒരു തിരിവ് വരും. തിരിവെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ്, അങ്ങനെ ഗംഭീര ട്വിസ്റ്റ് ഒന്നൊന്നുമല്ല, ഒരു ചെറിയ തിരിവ്. ആ തിരിവ് അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് കൊണ്ട് തന്നെ എന്താ പറയുക, സിനിമയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അത് ഒരു 90% മുകളിലേക്ക് പോയി അല്ലേ. ഞാൻ ആ ഒരു തിരിവിന് തൊട്ട് മുന്നേ ഞാൻ വിചാരിച്ചു അയ്യോ ഇതിങ്ങനെയാണോ അവസാനിക്കുന്നത് പോയോ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും അങ്ങനെ ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ കളിച്ചു അല്ലേ, അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഇതിങ്ങനെ കാണിച്ചതെന്ന്. പക്ഷേ ആ ഒരു സീൻ കൊണ്ട് ആ ക്ലൈമാക്സിനുണ്ടായ പഞ്ച് അത് വേറൊരു ലെവലായിരുന്നു അല്ലേ. അതൊരു ഇൻ്റലിജൻറ്റ് മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അത്ര വലിയ എന്തോന്നായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു കൊള്ളാം എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. അപ്പം തിരക്കഥാ ബേസിൽ അടിപൊളിയായിട്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. എന്താണെന്നറിയാമോ, ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗ് പ്രസൻറ്റേഷനും മീര ജാസ്മിൻ വളരെ ക്യൂട്ടായിട്ട് തന്നെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ഡയലോഗുകളെന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണെങ്കിലും പല ഡയലോഗുകളും അർത്ഥവത്തായിട്ട് എഴുതി പോയിട്ടുണ്ട് അല്ലേ. ഒരു മെച്ചോർഡ് റൈറ്റിംഗ് എന്ന് പറയാം. അതായത് നോർമലി കലപില സംസാരമല്ല, ഓരോ വായിന്ന് വീഴുന്ന ഓരോ ഡയലോഗും കാച്ചി കുറുക്കി എഴുതിയെന്ന് ഞാൻ പറയൂല. പക്ഷേ ഡയലോഗുകൾക്ക് എന്തോ ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു ഡയലോഗ് രീതിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹാസ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദർഭോചിതമായിട്ടുള്ള ഹാസ്യങ്ങൾ കൊണ്ടാണ് സിനിമ പറഞ്ഞു പോയിരിക്കുന്നത്. ഒരു വൾഗർ ഡയലോഗുകളോ വൾഗർ സീനുകളോ ഒന്നും തന്നെ ഇല്ലാതെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തിരക്കഥ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയുടെ കാസ്റ്റിങ്ങിലേക്ക് പോവാം. അതെ, മെയിൻ റോളായിട്ട് എന്താ പറയുക, എലിസബത്ത് ഏഞ്ചൽ എന്നുള്ള കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മീര ജാസ്മിനാണ്. ഈ കഥാപാത്രം നമ്മൾ തിരക്കഥയിൽ പറഞ്ഞ പോലെ ക്യാരക്ടർ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ട് 100% ആയിട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീര ജാസ്മിന് സാധിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സീൻ, ആ ഹോസ്പിറ്റലിൽ വെച്ച് കിടക്കുന്ന രംഗങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകാതെ മനോഹരമായിട്ട് സൂപ്പറായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മേജർ റോള് ഒരു സ്ത്രീക്ക് ഇമ്പോർട്ടൻ്റ് നൽകുന്ന അവരുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിനിമയാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല അവരെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു എന്താ പറയുക ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നി. കാണാനും നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ സീനുകളുണ്ട് ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന കുറേ സീനുകളുണ്ട്. പ്രത്യേകിച്ച് ജോഗിങ് ചെയ്യുന്ന ആ സീനൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഓക്കെ, നെക്സ്റ്റ് നരേൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധനായിട്ടുള്ള ഒരു റൊമാൻറ്റിക് പേഴ്സൺ ആയിട്ടാണ് ഇതിൽ വരുന്നത്. അലക്സ് എന്നുള്ള ക്യാരക്ടർ. അത് ഒരു സിനിമയിൽ ഉടനീളവും അദ്ദേഹത്തിന്റെ മീറ്ററിൽ നിന്ന് ഒരു ശകലം പോലും താഴോട്ട് പോകാതെ അദ്ദേഹം പിടിച്ചു. ഒരു മെച്ചുവേർഡ് പ്രണയം, അത് നല്ല രീതിയിൽ അതിന്റെ മെച്ചുവേർഡ് പ്രണയത്തിൽ വരുന്ന ഓരോരോ ഇമോഷൻസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ മെച്ചുവേർഡ് പ്രണയം എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇച്ചിരി ഏജ് ഉണ്ട്. അതുപോലെ ഒരു അർത്ഥവത്തായിട്ടുള്ള പ്രണയം എന്നൊക്കെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം മാനറിസംസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു. പിന്നെ ബാക്കി ഞാൻ പറയട്ടെ, പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോണി ആൻ്റണി, ജൂഡ് ആൻ്റണി അല്ലേ, മല്ലിക സുകുമാരൻ, ശ്വേത മേനോൻ, പേളി മാണി,
പിന്നെ ഡോക്ടറായിട്ട് വന്നിരിക്കുന്നത് രഞ്ജി പണിക്കർ, ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇവരെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം, മല്ലിക സുകുമാരൻ വന്നിരിക്കുന്നത് നരേൻ്റെ അമ്മയായിട്ടാണ്. അവർ നല്ല രീതിയിൽ ആ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നരേൻ്റെ ഒരു ചേട്ടത്തിയുടെ മോളോ അനിയത്തിയുടെ മോളായിട്ട് വരുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എന്നല്ല, എല്ലാവരും കാസ്റ്റ് വൈസിൽ എല്ലാവരും സൂപ്പറാണെന്ന്. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത് ഈ ജോണി ആൻ്റണി, ജൂഡ് ആൻ്റണി, പിന്നെന്താ പറയുക ശ്വേതോ മേനോൻ, പേളി മാണി, രമേഷ് പിഷാരടി, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജി പണിക്കർ, ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന സ്ക്രീൻ സ്പേസിങ് വളരെ കുറവാണ്. അതായത് ഒരു 5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അവർ ആ തിരക്കഥയിൽ അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന തിരിവെന്ന് പറഞ്ഞ അപാരമായിട്ടുള്ള തിരിവാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാസ്റ്റ് സെലക്ഷനും ആ കാസ്റ്റിനെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ശ്വേതാമേനോൻ 5 മിനിറ്റേ ഉള്ളൂ, പക്ഷേ അവർ വളരെ വലിയൊരു ചേഞ്ചാണ് സിനിമയിൽ കൊണ്ടുവന്നത്. രഞ്ജി പണിക്കറിനും ഒരു 5 മിനിറ്റേ ഉള്ളൂ, അയാൾക്കും വളരെ വലിയൊരു ചേഞ്ചാണ് സിനിമയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. ജൂഡ് ആൻ്റണി വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹവും പോയി. ഒരാൾ പോലും ആ സിനിമയിൽ വന്നുപോയി അവരൊക്കെ ആ ഒരു കഥയിലുള്ളതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. എന്താ പറയുക, അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ്, ഇൻ്റലിജൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറയാം. വളരെ ചെറിയ വേഷം കൊടുത്തു, ചെറിയ ഡയലോഗുകളും കൊടുത്തു, വളരെ പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റ് ചെയ്തു. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 100% മീര ജാസ്മിൻ എന്ന ക്യാരക്ടറിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. അതായത് ആ ഒരു കഥാപാത്രത്തിന്റെ ഇമോഷൻസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. നമ്മുടെ ശ്രദ്ധ മറ്റൊന്നും പോകാതെ അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു അല്ലേ. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് 3 പാട്ടുകളുണ്ട് സിനിമയിൽ. പാട്ടുകൾ അത്യാവശ്യം നല്ലതാണ്. രണ്ടാമത്തെ പാട്ട് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാ ഇമോഷൻസും, അതായത് ഹാസ്യമായാലും സങ്കടമായാലും എന്തായാലും നമ്മളിലേക്ക് അത് പകർന്നു തരാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. പിന്നെ സിനിമാറ്റോഗ്രാഫി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ എഡിറ്റിങ്ങിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സീരിയസ്ലി ഫസ്റ്റ് ഒരു 20 മിനിറ്റിലേക്കും എവിടെയോ സിനിമയുടെ ഫ്ലോ നഷ്ടപ്പെട്ടതായിട്ട് ഒരു മിസ്റ്റേക്കാണ്. അതായത് ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു. അതായത് എനിക്ക് തോന്നുന്നു ആ മാളിനകത്ത് വെച്ചിരിക്കുന്ന സീനുകൾ റിപ്പീറ്റ് വന്നോന്ന് ഒരു സംശയമുണ്ട്. അതായത് പല ആംഗിളുകൾ റിപ്പീറ്റ് വന്നിട്ടോ എടുത്ത് കാണിക്കുന്ന പല ആംഗിളുകൾ, അത് എഡിറ്റിങ്ങിനകത്ത് ഒരു ഫ്ലോ, എവിടെയോ ഒരു ഫ്ലോ നഷ്ടപ്പെട്ട ഒരു ഫീല് എനിക്കുണ്ടായിട്ട്. പിന്നെ സിനിമയുടെ കളറിങ്ങും എല്ലാം നല്ലതായിട്ടുണ്ട്. അപ്പം ഓൾവേസ് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. അല്ല, വേറൊരു കാര്യം കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവരുടെ കോസ്റ്റ്യൂം, മീര ജാസ്മിന്റെ കോസ്റ്റ്യൂം അത് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീര ജാസ്മിന്റെ വീടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ. അപ്പം വീടൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫീസ് റൂം ആയാലും എല്ലാം കാര്യങ്ങളും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം കോസ്റ്റ്യൂം വൈസിലാണെങ്കിൽ ബാക്കി എല്ലാവരുടെയും കോസ്റ്റ്യൂം വൈസ് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നീറ്റായിട്ടുള്ള കോസ്റ്റ്യൂമാണ് അല്ലേ. കൊള്ളാം, ഗുഡ്. പിന്നെ ഓവറോൾ കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ 2 മണിക്കൂറേ ഉള്ളൂ സിനിമ. എന്താ പറയുക, ഒരുപാട് പുതുമ അവകാശപ്പെടാനില്ലാത്ത കണ്ടന്റാണെങ്കിൽ പോലും അവതരണം കൊണ്ട് 1 മിനിറ്റ് പോലും നമ്മളെ ലാഗോ ബോറടിപ്പിക്കാതോ കടന്നുപോയി സിനിമ അല്ലേ. ഒരു ഫീൽ ഗുഡ് മൂവി. കുറച്ച് ചിരിക്കാനുണ്ട്, കുറച്ച് ചിന്തിക്കാനുണ്ട്, കുറച്ച് വിഷമിക്കാനുണ്ട്. കാരണം ബോറടിക്കുക എന്ന് പറയുന്നത് സിനിമ വർക്കായില്ലെന്നാണ്, പക്ഷേ ഇത് വർക്കായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സിനിമ അങ്ങ് വാവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷേ ഫീൽ ഗുഡ് മൂവി, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഉറപ്പായിട്ടും നല്ല അവർ തമ്മിലുള്ള കോംബോ കൊള്ളാം, അത്യാവശ്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളെല്ലാം സിനിമയിലുണ്ട്. അപ്പം ഇനി കൂടുതലായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അല്ലേ. പിന്നെ ആ ബെൽ ബട്ടനൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. ഒരു കാര്യം കൂടെ പറയാണ്ട് മിനി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു ഫാമിലി സുഹൃത്ത്, അതായത് സോൾമേറ്റിൻ്റെ ഫാമിലിയുള്ള ഒരാൾ പെൻഡുലത്തിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് OTT റിലീസ് ചെയ്ത് അല്ലേ. അത് തിയേറ്ററിൽ വന്നതാണ്, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. വിത്തിൻ ഡേയ്സ്, വരുന്ന ദിവസങ്ങളിൽ തന്നെ നമ്മളത് ചെയ്തിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് അനലൈസിസ് ചെയ്തിട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. നമ്മളത് മസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളിവിടെ നിർത്തുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു.